ഹായ് ഓൾ, ദിസ് ഇസ് ട്യൂസ്ഡേ മോർണിംഗ്. ഇന്ന് 5:45 തന്നെയാണ് കേട്ടോ അലാം വെച്ചത്. ഇന്നലെ ഉറങ്ങിയപ്പോൾ ലേശം ലേറ്റായി. കുറച്ച് ലേറ്റായി ഉറങ്ങുമ്പോഴത്തേക്ക് ആകെ ചെയ്യുന്ന കാര്യം ഈ 5:30ക്കുള്ള അലാം 5:45 സത്യം പറയാലോ, ഇപ്പോൾ വീഡിയോസും കൂടെ എടുക്കുന്നുണ്ട്, അതും ലോങ്ങായി തന്നെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് അധിക സമയം രാവിലെ വേണ്ടി വരും. എന്നാലും രാവിലത്തെ പണികളുടെ കൂടെ ഈ പണിയും അങ്ങ് കഴിയുമല്ലോ. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് ഇരുന്ന് ചെയ്യുന്നത്. സ്കൂളിലെ തിരക്കിൻ്റെ ഇടയിൽ ഒന്ന് ഫ്രീ ആയാൽ ആദ്യം ചെയ്യുന്ന കാര്യവും ഈ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് നോക്കുക എന്നുള്ളതാണ്. വ്യൂസ് കൂടിയിട്ടുണ്ടോ, സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ. കിച്ചൺ വീഡിയോസ് തന്നെ ഞാനും അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാവണം യൂട്യൂബ് തുറന്ന ഉടനെ ആദ്യം ഇങ്ങനത്തെ കുറേ വീഡിയോസാണ് എനിക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയതെങ്കിലും സംസാരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ പ്രശ്നം. ഞാൻ കാണുന്ന എല്ലാ വീഡിയോസിലും ആളുകൾ കുറേ കൂടെ ക്ലോസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. മുത്തുമണീസ്, ഹായ് ഡിയേഴ്സ്, ഹലോ ഗായ്സ്, ഇതൊന്നും എൻ്റെ വായിന്ന് വരില്ല. ഒന്നാമത് നമുക്കറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒട്ടും ക്ലോസ് അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് അത്ര ക്ലോസ് ആയതുപോലെ ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഒരുപാട് ക്ലോസ് ആയ ആൾക്കാരായാലും തന്നെ എനിക്കങ്ങനെ സംസാരിക്കാൻ എന്തോ ഒരു പ്രയാസമാണ്. ഇപ്പോൾ അലനെ തന്നെ ഞാൻ പേര് മാത്രമേ വിളിക്കത്തുള്ളൂ. വല്ലപ്പോഴും അലു എന്ന് വിളിക്കും. പക്ഷെ എന്നാലും ഇച്ചായൻ, ചേട്ടൻ ഇതൊക്കെ ഉപയോഗിക്കാൻ എനിക്കിത്തിരി എന്തോ പറ്റാറില്ല. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും എടോ എടോ എന്നാണ് ആദ്യം വിളിച്ചു തുടങ്ങിയിരുന്നത്. പക്ഷേ അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അത് വല്ലാത്ത ഡിസ്റ്റൻസ് ഇടുന്ന പോലെയാണ് തോന്നുന്നത്, നീ എടോയ്ക്ക് പകരം എടാ ഉപയോഗിച്ചെങ്കിലും സംസാരിക്കുക. അന്ന് തുടങ്ങിയതാണ് ആരെ കണ്ടാലും ഉള്ള ഈ ഡാവിളി. ഇവിടുത്തെ കമൻറ്റുകൾക്കെല്ലാം ഞാൻ റിപ്ലൈ ചേർക്കുന്നത് ഡാ എന്നും കൂടെ ചേർത്തിട്ടാണ്. ആർട്ടിഫിഷ്യാലിറ്റി ഒരല്പം എനിക്കും ഫീൽ ചെയ്യുമെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഒന്നുമില്ലെങ്കിലും എവിടെയോ ഇരുന്ന് ഈ 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് ബാക്കിൽ ഇങ്ങനെ ക്യാമറയും വെച്ച് ഈ പണികളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഒറ്റയ്ക്കല്ല കിച്ചണിൽ നിൽക്കുന്നതെന്നുള്ളൊരു ഫീലാണ്, ആരൊക്കെയോ കൂടെ ഉള്ളതുപോലെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കിച്ചണിലെ പരിപാടികൾ നമുക്കിവിടെ തുടങ്ങാം. കുറച്ച് നാളായിട്ട് ഇവിടുത്തെ ഗ്രോസറീസ് ഇട്ട് വയ്ക്കുന്ന ബ്ലൂ ബക്കറ്റിൽ കുറച്ച് പാക്കറ്റ് ന്യൂഡിൽസ് ഇരിക്കുന്നു. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റിന്. ന്യൂഡിൽസ് പ്ലെയിനായിട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ, എഗ്ഗ് വല്ലതും ഇനി ബുൾസൈ ആക്കണം. രാത്രിയിലൊരു 7:30-8 മണിക്ക് ശേഷം ഞാനും അമ്മയും പിന്നെ ഇവിടെയുള്ള എല്ലാവരും തന്നെ സേറമോളുടെ വീടിൻ്റെ സിറ്റൗട്ടിലോ പറമ്പിലോ കടപ്പുറത്തോ ഒക്കെ പോയി ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും ഒരു പച്ചക്കറി കയ്യിലെടുത്തിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ അത് അരിഞ്ഞു വരാമല്ലോ. അപ്പോൾ ഇന്നലെ കയ്യിൽ കിട്ടിയത് അമരമ്പയറായിരുന്നു. അമരമ്പയർ ഒരു ഡബ്ബയിലെടുത്ത് കയ്യിലൊരു സിസേഴ്സുമായിട്ടാണ് ഞാൻ പോയത്. അമരമ്പയറും ബീൻസും ഒക്കെ ചോപ്പിംഗ് ബോർഡിൽ അരിയുന്നതിനേക്കാളും എനിക്കിഷ്ടം സിംഗിളായിട്ട് ഓരോന്നെടുത്ത് കത്രിക വെച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ്. അതിന് വേറെയും ഉണ്ട് കേട്ടോ ഗുണം. നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിരുന്ന് അരിയുമ്പോഴത്തേക്ക് നാളെ ഇതാണോ പച്ചക്കറി, ഇതിങ്ങനെ വെച്ച് നോക്കൂ, ഇങ്ങനെ ട്രൈ ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഒരു 4-5 റെസിപ്പീസ് നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് കിട്ടും. തൊട്ടിപ്പുറത്തായിട്ട് തന്നെ 2-3 പോസ്റ്റ് ചരിച്ചിട്ട് ബെഞ്ച് പോലെ ഉണ്ടാക്കി അലനും ഫ്രണ്ട്സും ഒക്കെ ഇരിക്കാറുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ നുണ പറയാനിരിക്കുന്നുവെന്ന്. പക്ഷെ ഞങ്ങൾ പറയുന്നതിലെ പാതിയും മുക്കാൽ കാര്യങ്ങൾ എങ്ങനെ കുറച്ചുകൂടെ നേരം ഉറങ്ങാം, ഏതൊക്കെ കറി ഇന്നലെ കരിഞ്ഞു പോയി, പ്ലാസ്റ്റിക് എടുക്കാൻ ചേച്ചിമാർ വന്നിരുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പാതി മുക്കാൽ കിച്ചണിലെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ പ്രാരാബ്ദവും, അതായത് ജോലി ഭാരവും. പച്ചക്കറികൾ തലേന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ പുരട്ടി വെച്ചാൽ നന്നായിട്ടിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇതിനൊക്കെ രാവിലെ എടുക്കുമ്പോഴത്തേക്ക് ചെറിയൊരു മണം മാറ്റവും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ടിരിക്കും കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും. മെഴുക്ക് പുരട്ടിയൊക്കെ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കുറച്ച് സവാള ഇട്ടിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന അമരം പയർ ഉപ്പും മഞ്ഞപ്പൊടിയും പുരട്ടി വെച്ചിരുന്നത് അതും തട്ടിയിട്ട് ലേശം മുളക് പൊടിയും, അമരം പയറിന് പിന്നെ കുറച്ച് വേവ് അധികം ഉണ്ടല്ലോ. പച്ചക്കറികളിൽ അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കയ്യിൽ വെള്ളം എടുത്തൊന്ന് കുടഞ്ഞാൽ മതി. പക്ഷേ അമരം പയറിന് ഇത്തിരി വേവ് ഉള്ളതുകൊണ്ട് ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്തു. കാപ്പി വെച്ച് കഴിയുമ്പോൾ അമ്മ കറക്റ്റായിട്ട് എണീക്കും. അതെന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ എപ്പോഴും അമ്മയോട് പറയാറുണ്ട്, അലൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നത്, അങ്ങനെ കുടിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല എന്നൊക്കെ. എന്തെങ്കിലും കഴിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും 2 ആൾ വേണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല, ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോളും. പക്ഷേ കാപ്പിയോ ചായയോ കുടിക്കാൻ എപ്പോഴും എനിക്കൊരു കൂട്ട് വേണം. അമ്മ ഇവിടെ ഇല്ലാത്ത സമയത്ത് സ്കൂളിൽ നിന്ന് ഞാൻ വൈകുന്നേരം നിലൂനെ എടുക്കാൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് അമ്മ ചായ ഇട്ട് വയ്ക്കും. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇരുന്ന് ചായ കുടിക്കും. അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയും കേട്ടോ, എനിക്ക് ഒറ്റയ്ക്ക് ചായ കുടിക്കുന്ന ഇഷ്ടമല്ല അമ്മ എന്ന്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, കറക്റ്റായിട്ട് കാപ്പി ഇട്ട് കഴിയുമ്പോൾ അമ്മ എണീക്കും. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ അലനും ജനചേച്ചിയും അധികം കാപ്പിയും ചായയൊന്നും ഇഷ്ടമല്ലാത്ത കൂട്ടത്തിലാണ്. തീരെ താല്പര്യമില്ല അങ്ങനെ കുടിക്കാനായിട്ട്. പക്ഷേ അളിയൻ, അതായത് അലൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേട്ടനും എന്നെപ്പോലെ ഏത് നട്ടപ്പാതിരയ്ക്ക് കട്ടനോ കാപ്പിയോ ഇട്ട് കൊടുത്താലും അത് കുടിക്കും.
ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട് തന്നെ ചേട്ടനുള്ളപ്പോൾ ചേട്ടൻ ചുമ്മാ കട്ടനിടുകയോ അല്ലെങ്കിൽ ഞാൻ ചുമ്മാ കാപ്പിയുടെയോ ചുക്ക് കാപ്പിയുടെയോ ചായയുടെയോ ഒക്കെ ചെയ്യും. ടീ ബാഗ്സും കോഫി മേറ്റും ഒക്കെ എബ്രോഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ചേട്ടൻ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. ടീ ബാഗ്സ് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സുഖമാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് പോയി കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് ഓരോ ടീ ബാഗും ഇട്ട് ഓരോ കപ്പും കൊണ്ട് ഞങ്ങൾ നടക്കും. ഈ എവിടെ പോയാലും കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ ചായ എന്ന് ആദ്യം പറയുന്ന രണ്ടുപേര് ഇവിടുത്തെ രണ്ട് മരുമക്കളാണ്. നൂഡിൽസ് പ്ലെയിനായിട്ട് അങ്ങനെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ നൂഡിൽസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ എപ്പോഴും ബുൾസൈ ആണ് ഉണ്ടാക്കുന്നത്. ചില ചൈനീസ് വീഡിയോയിൽ നൂഡിൽസിൻ്റെ വെള്ളം കുറച്ച് നീട്ടിയിട്ട് അതിലേക്ക് തന്നെ ഈ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് സൂപ്പ് നൂഡിൽസായിട്ട് കഴിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷേ സത്യം പറയാമല്ലോ, നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി, അതായത് ഹാർഡ് എഗ് ഉണ്ടാക്കി നൂഡിൽസിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും പോഷ് എഗ്സോ ഇങ്ങനെ ഓംലെറ്റ്സോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അലനും കുട്ടികളും എണീറ്റിട്ടില്ല കേട്ടോ. 8 മണിയാകുമ്പോൾ ഞാൻ ചെന്ന് കുക്കുസാറിൻ്റെ കാലിൽ പിടിച്ച് താഴത്തോട്ട് വലിച്ച് അവനെ അങ്ങ് എണീപ്പിക്കും. ബാക്കി രണ്ടുപേരെ അനക്കാതെ തന്നെ. നിലു എണീറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. എൻ്റെയും അമ്മയുടെയും കാലിൽ ഇങ്ങനെ മാറി മാറി പിടിച്ച് കിടന്ന് കരയും. കറിക്കുന്ന നെത്തോലി മീനാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതിനിടയ്ക്ക് കുറച്ച് തേങ്ങ തിരുകി അതിൽ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും 2 ചെറിയുള്ളിയും ഒക്കെ ചേർത്ത് മീൻകറിക്ക് അരച്ച് തന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് പുളിവെള്ളം ചേർത്താണ് കേട്ടോ അമ്മ അരച്ചേക്കുന്നത്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പുളിക്കായിട്ട് വടക്കം പുളിയൊന്നും ചേർക്കുന്നില്ല. അല്ലെങ്കിൽ നെത്തോലി മീനിൻ്റെ കൂടെ വടക്കം പുളി ചേർക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ അരപ്പ് കലക്കി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണയും 3-4 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നെത്തോലി ആയതുകൊണ്ട് തന്നെ അരപ്പ് നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുത്തിട്ട് വേണം അവസാനം നെത്തോലി ഇടാനായിട്ട്. നെത്തോലി ഒരു ചെറിയ മീനല്ലേ, അപ്പോൾ അധികം വേവില്ലല്ലോ. നെത്തോലി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചിട്ട് എടുത്താൽ മതി, സാധാ മീനുകളെക്കാളും കുറച്ച് നേരം. അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തൊരു പാൻ വെച്ച് കുറച്ച് കറിവേപ്പില എണ്ണയിലേക്ക് ഇട്ടിട്ട് ഞാൻ മീൻ പൊരിച്ച് എടുക്കുന്നുണ്ട്. നെത്തോലി തന്നെയാണ് പൊരിക്കാനും. ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഞ്ചിന് ഇവിടുത്തെ എൻ്റെ ഒരു രീതി എന്തെങ്കിലും ഒരു മീൻ കൂട്ടാൻ അല്ലെങ്കിൽ ഇറച്ചി, നോൺ വെജ് എന്തെങ്കിലും, അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പച്ചക്കറി ഐറ്റം, പിന്നെ ഒരു ഫ്രൈ ഐറ്റം കുക്കുനും അലനും നിർബന്ധമാണ്. നിർബന്ധം എന്നല്ല, ഫ്രൈ ഉണ്ടെങ്കിൽ രണ്ടുപേരും നല്ലപോലെ ചോറ് കഴിക്കും. ഇനി നോൺ വെജ് ഒന്നും ഇരിപ്പില്ലെങ്കിൽ സാമ്പാറോ തീയലോ വല്ലതും ഒക്കെ ആക്കിയിട്ട് പപ്പടവും മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടാവും. ഫ്രൈ ഐറ്റം എന്തെങ്കിലും ഒരെണ്ണം എന്തായാലും കാണും. അമ്മ പതിവ് പോലെ 3 തുണി ബിന്നിലുള്ളതും കൊണ്ട്, സത്യം കേട്ടോ, 3 തുണി അതിൻ്റെ അകത്ത് കാണത്തുള്ളൂ. എണീറ്റ് ഇനി നിക്കറിൽ മുള്ളാൻ തുടങ്ങുന്നത് വരെ കഴുകാനുള്ള തുണികൾ ഇവിടെ കുറവായിരിക്കും. അതുകൊണ്ട് അമ്മ കഴുകാൻ പോയിട്ടുണ്ട്. ആ സമയത്തിന് കറി നന്നായിട്ട് തിളച്ചു. ഞാൻ അതിലേക്ക് മീൻ ഇടുവാണ്. മീനിട്ടിട്ട് ഇനി ഒരു മിനിറ്റ് കഷ്ടിച്ച് ഇതൊന്ന് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇങ്ങനെ മീൻകറി വെക്കുമ്പോൾ അവസാനം ഒരു താളിച്ചൊഴിപ്പുണ്ട്. ഇന്നെന്തായാലും ഞാനത് ചെയ്യുന്നില്ല. ചില തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട കറികൾ താളിക്കാതെ തന്നെ നല്ല രുചിയായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം ഇതിൻ്റെ അകത്ത് ഞാൻ വെളിച്ചെണ്ണ ചേർത്തത്. അങ്ങനെ കറിയാവുന്ന സമയം കൊണ്ട് ഞാൻ ദേ കുക്കുസാറിന് ലഞ്ച് എടുത്ത് വെക്കുകയാണ്. ന്യൂഡിൽസും അതിലേക്ക് കുറച്ച് സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സോസ് സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചാൽ അത് തോണ്ടി തിന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെ പുറത്ത് ഒഴിക്കുന്നത്. പിന്നെ 2 കാടമുട്ട, കുറച്ച് വെജിറ്റബിൾസും പിന്നെ കുറച്ച് നട്ട്സും ഗ്രൗണ്ട് നട്ട്സും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ 3 കള്ളിയിൽ നിന്ന് ഇറക്കണമല്ലോ. പിന്നെ കുറച്ച് പ്രൊട്ടീഷ്യസ് ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ട് ഇരുന്നോട്ടെ എന്നും കരുതി സ്നാക്ക് ഐറ്റംസ്, ബിസ്ക്കറ്റ്സും വേഫേഴ്സും ഒക്കെ ഇവിടെ ഒരു ബോട്ടിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. 3 മണിക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി നേരം ഒന്ന് കിടന്ന് ഉറങ്ങും കേട്ടോ, ഈ ഉറക്കം മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്യാൻ. ആ സമയത്ത് കുക്കുസാർ കിച്ചണിൽ കയറി ഇതൊക്കെ കട്ട് തിന്നു. ഒരുപാട് തവണ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ എടുത്ത് തിന്നോ കുഴപ്പമില്ല, പക്ഷേ അത് തീർന്നു എന്ന് എന്നോട് വന്ന് പറയണമെന്ന്. രാവിലെ ബോട്ടിലെടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറേ പാക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ആകെ ഉണ്ടായിരുന്നത് കുറച്ച് ചോക്കോസാണ്. പിന്നെ അതെടുത്ത് സ്നാക്സ് ബോക്സിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ അവൻ തന്നെ അനുഭവിക്കട്ടെ അത് തീർത്തതിൻ്റെത്. കറി ടേസ്റ്റ് ചെയ്തപ്പോൾ അല്പം ഉപ്പും കൂടെ ആകാമെന്ന് തോന്നി. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കറി അടച്ച് വെച്ചു. ഇനി ഞാൻ ലഞ്ചിനുള്ള ഐറ്റംസ് എല്ലാം ഈ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കും. ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ അപ്പുറത്തോട്ടോ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തോട്ടോ എടുത്ത് വെക്കാറാണ് പതിവ്. ഇനി ഗ്യാസിൻ്റെ പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി കിച്ചൺ ക്ലീൻ ചെയ്യും. ഇതിനുള്ള പാലും ബോട്ടിലിൽ എടുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇനി പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ അടുത്ത് പരിപാടികളൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തിട്ടിട്ട് പോയാൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരും കേട്ടോ, 12:30 ആകുമ്പോഴത്തേക്ക്. അങ്ങനെ വരുമ്പോൾ കിച്ചണിലോട്ട് വന്ന് കയറുമ്പോൾ ഒരു സമാധാനമാണ്. ഇതിങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കുന്ന കാണുമ്പോൾ. ചോറ് കഴിച്ചിട്ട് കഴിക്കുന്ന പാത്രം മാത്രം കഴുകി വെച്ചിട്ട് എനിക്കങ്ങ് പോയാൽ മതിയല്ലോ. അപ്പോൾ കിച്ചണിൽ നമ്മുടെ കിന്നരി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് എന്നെ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ പറയുന്നത്, എനിക്ക് ലൈറ്റ് ഭ്രാന്താണ്, ഈ കിന്നരി ലൈറ്റൊക്കെ ഞാൻ എവിടെയും പിടിച്ച് തൂക്കുമെന്ന്. പക്ഷേ കിച്ചൺ നമ്മൾ ഏത് നേരവും അതിൻ്റെ അകത്ത് കിടക്കുന്നവരല്ലേ, ഒരു വൈബൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെ ബോറടിക്കില്ലേ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ പൂട്ടി കെട്ടിയിട്ട് ഞാൻ ഇന്നൊന്ന് മുറ്റം ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇത് വൃത്തിയായി കിടക്കുവാണ്, ഇതിൽ അഴുക്കൊന്നും ഇല്ലാന്ന്. പക്ഷേ ഒരു 2-3 ക്ലിപ്സ് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഒരുപാട് മണ്ണ്. കടലും കടപ്പുറവും ഒക്കെ ഫ്രണ്ടിലുള്ളതുകൊണ്ടാണോ അത് ഇനി ഇൻ്റർലോക്കിൻ്റെ അടിയിൽ നിന്ന് തന്നെ മണ്ണ് മേലോട്ട് വരുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒത്തിരി മണ്ണ് ഇൻ്റർലോക്കിൻ്റെ മേളിലൊക്കെ ഉണ്ടാവും ക്ലീൻ ചെയ്യാനായിട്ട്.
ഇന്നലെ രാത്രിയാണെങ്കിൽ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ദേ ഇപ്പം ഈ വീടിനിടയിൽ കൂടെ കാണുന്ന ആ വീടാണ് എൻ്റെ വീട്. ലില്ലിയമ്മച്ചിയുടെ വീടെന്നാട്ടോ ഞാൻ പറയുന്നത്. എൻ്റെ ഗ്രാൻഡ് മദറാണ് ലില്ലിയമ്മച്ചി, പപ്പയുടെ അമ്മ. എൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തുള്ളവരൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയും, നമുക്ക് ഞായറാഴ്ച ലില്ലിയമ്മച്ചിയുടെ വീട്ടിൽ കൂടാം, അല്ലെങ്കിൽ ലില്ലിയമ്മച്ചിയുടെ വീട്ടിൽ വന്ന് അത് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ അതിന് ലില്ലിയമ്മച്ചിയുടെ വീടെന്ന് പറഞ്ഞു തുടങ്ങിയത്. എൻ്റെ വീടെന്ന് തന്നെ ഞാൻ റെയറായിട്ടേ പറയാറുള്ളൂ. പിന്നീട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശരിയാണ്, അതായത് ഞങ്ങൾ എല്ലാ വീടുകൾക്കും അങ്ങനെയാണ് പറയുന്നത്. ലില്ലിയമ്മച്ചിക്ക് ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ട് കേട്ടോ. ലില്ലിയമ്മച്ചിയുടെ വീട്, മേരിക്കുട്ടി ആൻറ്റിയുടെ വീട്, ചെല്ലമ്മ ആൻറ്റിയുടെ വീട്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആണുങ്ങളുടെ പേര് കൂട്ടി വീടിന് ഞങ്ങൾ ആരും പറയാറില്ല. ഇപ്പോൾ കുക്കുവിനെ നോട്ടീസ് ചെയ്യുമ്പോഴും അവനും അങ്ങനെയാണ് പറയുന്നത്. നാന വീട്ടിൽ അലൻ്റെ പേരൻസിൻ്റെ അടുത്ത് പോകുന്നതിന് അവൻ അങ്ങനെയാണ് പറയുന്നത്. അപ്പച്ചിയുടെ വീട്ടിൽ അല്ലെൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പോകുന്നതിന് അവൻ അങ്ങനെയാണ് പറയാറുള്ളത്. ഡാനി പപ്പയെന്നോ ഡാഡയുടെ വീടെന്നോ അവനും യൂസ് ചെയ്യാറില്ല. അങ്ങനെ ക്ലീൻ ചെയ്ത് ഞാൻ ഈ മണ്ണും പൊടിയും പിന്നെ ഈ വീഴുന്ന ഇലയും തരികളും എല്ലാം കൂടെ ഒരു അത്തപ്പൂ ഇട്ട് വെക്കും കേട്ടോ. അമ്മയാണ് വന്നത് എടുത്ത് കളയുന്നത്. ഇനി ഞാൻ കൈ അഴുക്കാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ഈ ഡസ്റ്റിൻ്റെയും പോളൻ അലർജിയൊക്കെ ഉള്ള കൂട്ടത്തില്ല. അപ്പോൾ ചവറൊക്കെ വാരിക്കഴിഞ്ഞാൽ ഞാൻ തുമ്മി തുടങ്ങിയാൽ ഇന്നെങ്ങും തീരത്തില്ല. സ്കൂളിൽ എത്തുന്ന വരെ തുമ്മും, അത് കഴിഞ്ഞും തുമ്മും. ഈ അലർജിയുടെ തുമ്മൽ വരുമ്പോൾ ഞാൻ എടുക്കുന്നത് ലെവോസിട്രസിൻ ടാബ്ലറ്റ്സ് ആണ് കേട്ടോ. മുമ്പ് സെട്രിസിൻ ടാബ്ലറ്റ്സ് ആയിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ലെവോസിറ്റ് അതിനേക്കാളും നല്ലതാണ്. അലർജിക്ക് വേണ്ടി തന്നെയുള്ളൊരു ടാബ്ലറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്നെ പോലെ തുമ്മൽ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിങ്ങനെ പൊടിയടിച്ചിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ മാത്രം ലെവോസിട്രസിൻ ടാബ്ലറ്റ്സ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് റിലീഫ് കിട്ടും. ഇവിടെ മുമ്പ് നമ്മൾ ഈ ഗ്രാസിന് അപ്പുറവും ഇപ്പുറവും ഇറക്കിയിരുന്നത് വൈറ്റ് സാൻഡ് ആയിരുന്നു. പക്ഷേ നിലു അതൊക്കെ എടുത്ത് ദേഹത്ത് പൂശാൻ തുടങ്ങിയതോടെ മെറ്റിലിറക്കി. ഇവിടെ കാണുന്നത് പുല്ലല്ല കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കറിവേപ്പില മരമൊന്നും ഇവിടെ വരാറില്ലെന്ന്. അതുപോലെ തന്നെയാണ് ഗ്രാസും. ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതുകൊണ്ടും പിന്നെ ഇടയിലിടയിൽ വേറെ പുല്ലൊക്കെ കിളിക്കുന്നതുകൊണ്ടും നമ്മൾ ടർഫ് അടിച്ചേക്കെയാണ്. ഈ വ്യൂ ഒക്കെ അടിപൊളിയാണെങ്കിലും നമുക്ക് ചെടികളുടെ കാര്യത്തിൽ ഇവിടെ അധികം സ്കോപ്പൊന്നും വേണ്ട കേട്ടോ. ഒന്നും അധികം വളരാറില്ല. ഈ മതിലിന് മേലോട്ടായാൽ അത്യാവശ്യം പിടിച്ചു നിൽക്കുന്ന മരങ്ങളല്ലെങ്കിൽ ബാക്കിയെല്ലാം കരിഞ്ഞു പോകും. ഈ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ ആ സമയം കുക്കും കളിക്കാൻ പോകും. പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മേല് കഴുകി കഴിച്ച് ആകെ ക്ഷീണിച്ചായിരിക്കും ഇരിക്കുന്നത്. ഹോംവർക്ക് ചെയ്യാനുള്ള സമയം മിക്കപ്പോഴും കിട്ടാറില്ല. എന്തെങ്കിലും പഠിക്കാനുള്ളത് പഠിച്ചിട്ട് ഹോംവർക്ക്സ് രാവിലത്തേക്ക് മാറ്റി വെക്കും. നിലു നൈറ്റ് ഒരു 2-3 വട്ടം അങ്ങനെ എണീക്കുന്നത് കൊണ്ട് എൻ്റെ രാത്രി തുറക്കം ശരിയാവാറില്ല. വൈകുന്നേരം വന്നിട്ട് അല്പം ഉറങ്ങിയാലേ ദിവസം ശരിയാവും. അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസും ഒക്കെ വരും. പിന്നെ എൻ്റെ തലയും ഒരുമാതിരി കറങ്ങി നിൽക്കും. അമ്മ പതിവ് പോലെ നിലു കരയണ്ടെന്ന് കരുതിയിട്ട് നിലുവിനെയും കൊണ്ട് ലില്ലിയംസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരുങ്ങി റെഡി ആയപ്പോഴത്തേക്ക് എല്ലാ ദിവസവും 9 മണിക്ക് എത്തുന്ന മഴ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ കുക്കു റെയിൻകോട്ടൊക്കെ എടുത്തിട്ടു. ഇനി കുടയും പിടിച്ച് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. സമയം വൈകും, അതുകൊണ്ട് വണ്ടിയിൽ തന്നെ പോന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.